ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി. ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന പരാമർശത്തിലാണ് വിമർശനം. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നുവെന്ന് കോടതി വിമർശിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിലെ നടപടികൾ കോടതി സ്റ്റേ ചെയ്തു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെയാണ് സുപ്രീം കോടതി പരാമർശം? ആരാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ഹർജി നൽകിയിരുന്നത്? വിജയകുമാർ, ഈ ഗാൽബൻ താഴ്വരയിലെ ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള സംഘർഷത്തിന് ഒടുവിലായിരുന്നു രാഹുൽ ഗാന്ധി ഇത്തരമൊരു പരാമർശം നടത്തിയത്. അതായത് ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറി എന്ന തരത്തിലായിരുന്നു ഈ പരാമർശം. ഇതിനെതിരെ ഒരു വ്യക്തി നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിനൊടുവിൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ആ ഹർജി രാഹുൽ ഗാന്ധിയുടെ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടാവുന്നത്. ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറി എന്നത് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അതിന് കാരണമായി പറയുന്നത് 2000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന കയ്യേറിയെന്ന വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയോട് കോടതി ചോദിച്ചത്. അത്തരത്തിൽ എന്തെങ്കിലും വിശ്വസനീയമായ തെളിവുകൾ രാഹുലിന്റെ പക്കലുണ്ടോ എന്നുകൂടി കോടതി ചോദിച്ചു. എന്നാലും ആ പരാമർശം നല്ല പരാമർശമല്ല എന്ന രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ പരാമർശത്തിനെതിരായ അപകീർത്തി കേസിൽ നടപടികൾ നിലവിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. വിജയകുമാർ. യെസ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഈ അപകീർത്തി കേസിലെ നടപടികൾ സ്റ്റേ ചെയ്തുവെങ്കിലും രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി നടത്തി.